ഇടതുമുന്നണിക്കുള്ളിൽ ഒരു മന്ത്രിമാറ്റം ഉടൻ ഉണ്ടാകുമെന്ന് ആരോ പറഞ്ഞു കേട്ടു. പക്ഷേ പിന്നീടൊന്നും കേട്ടില്ല. മുഖ്യമന്ത്രി തന്നെ അതങ്ങ് പൊളിച്ചു കൊടുത്തു. ഇപ്പോൾ വ്യക്തമായി കേരളത്തിലെ NCP ഇടതിനൊപ്പം തന്നെയാണ്. അപ്പോൾ പവാറിന്റെ അവസ്ഥയോ? AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയതും അതിന്റെ അന്തിമ തീരുമാനമെടുത്തതും മുംബൈയിലിരുന്ന് പവാറിന് വേണ്ടി പവാറിന്റെ പേരിൽ PC ചാക്കോയാണ്. എന്നാൽ ഈ PC ചാക്കോ NCP ശരത് പവാർ വിഭാഗത്തിന്റെ പ്രസിഡന്റാണെന്നും തങ്ങളുടെ ആരുമല്ലെന്നാണ് കേരളത്തിലെ NCP അജിത് പവാർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടിയടക്കം വ്യക്തമാക്കിയത്. അതാണ് കേരളത്തിലെ NCPയുടെ നിലപാട്. ഇപ്പോൾ അങ്ങനെയുണ്ട്. കേരളത്തിൽ ഇല്ലാത്ത ഒരു NCP എന്ന പാർട്ടിയുടെ അധ്യക്ഷൻ കേരളത്തിൽ പ്രസിഡന്റ് അടക്കമുള്ള പാർട്ടിയുടെ ആ മന്ത്രിയെ മാറ്റാൻ ചടുലി നടത്തുന്നു. അതിനുള്ള അധികാരം തൽക്കാലം PC ചാക്കോയ്ക്ക് ഇല്ല എന്നാണ് NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി എടുത്ത നിലപാട്. മുഖ്യമന്ത്രിക്കും തൽക്കാലത്തേക്ക് AK ശശീന്ദ്രനെ കൈവിടാൻ താല്പര്യവുമില്ല. പുതിയൊരു ഘടകകക്ഷി MLA മന്ത്രിയാക്കാനും താല്പര്യമില്ല. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ നിർദ്ദേശിച്ചിട്ട് കൂടി തോമസ് കെ തോമസിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസ്ഥാനം നൽകിയില്ല. ഇതോടെ NCPയിലാകെ പുകലായി. സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ചാക്കോയ്ക്ക് കനത്ത തിരിച്ചടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനം. അപ്പോഴാണ് NCPയുടെ ഇവിടുത്തെ ഘടകം പറയുന്നത് ചാക്കോ ഞങ്ങളുടെ പ്രസിഡന്റ് അല്ലെന്ന്. NCPയുടെ പ്രതിനിധിയായ AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റി പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള അധികാരം PC ചാക്കോയ്ക്ക് ഇല്ലെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി ശക്തമായ നിലപാട് നേരത്തെ എടുത്തിരുന്നു. NCPയുടെ സ്ഥാനാർത്ഥികളായി ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചവരാണ് AK ശശീന്ദ്രനും തോമസ് കെ തോമസും. ഇരുവരും ഇപ്പോഴും ഇടതു മുന്നണിയിലാണ്. PC ചാക്കോ NCP SP എന്ന പാർട്ടിയുടെ നേതാവാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് NCP മന്ത്രിമാരുടെ കാര്യത്തിൽ PC ചാക്കോയ്ക്ക് തീരുമാനമെടുക്കാനാകുക എന്നതാണ് ചോദ്യം. 2 MLA-മാരുമായി ചാക്കോ കോൺഗ്രസിലേക്ക് പോകുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. NCPയിൽ ചാക്കോയ്ക്കൊപ്പമുള്ളത് ഇപ്പോൾ തോമസ് കെ തോമസ് ആണ്. ചാക്കോ ലക്ഷ്യപ്പെട്ട രണ്ടാമത്തെ MLA ശശീന്ദ്രനല്ല, PV അൻവറാണെന്നാണ് പുറത്തു വരുന്ന വിവരം. അൻവറിനെ PC ചാക്കോ സന്ദർശിച്ചിരുന്നു. അൻവറിന്റെ സഹോദരനായ PV അജ്മലാണ് NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന് കാസർഗോഡ് വെച്ച് ചാക്കോ പറയുകയും ചെയ്തു. അപ്പോഴേ അത് CPM നോക്കി വെച്ചു. അപ്പോൾ തന്നെ ചാക്കോയുടെ പോക്ക് അൻവറിനൊപ്പമാണെന്നും ചാക്കോയുടെ NCP LDFന് പറ്റിയതല്ലെന്നും CPMന് മനസ്സിലായി കഴിഞ്ഞു. NCP ദേശീയ തലത്തിൽ പിളർന്നപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നവും കൊടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുവദിച്ചു നൽകിയത് അജിത് പവാർ വിഭാഗത്തിനാണ്. അതിന്റെ കേരള ഘടകത്തിലാണ് ശശീന്ദ്രനും തോമസ് കെ തോമസും. ശരത് പവാർ വിഭാഗത്തിന് കിട്ടിയതാകട്ടെ കാഹളം ഊതുന്ന മനുഷ്യൻ എന്ന ചിഹ്നവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ തീരുമാനമെടുക്കുകയും ചെയ്തു. അതനുസരിച്ച് അജിത് പവാർ വിഭാഗം ഔദ്യോഗിക NCPയെ അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശരത് പവാർ ഇതിനെതിരെ സുപ്രീം കോടതി പോയെങ്കിലും ഒരു തീരുമാനവുമായില്ല. ഈ സാഹചര്യത്തിൽ AK ശശീന്ദ്രനെ മാറ്റി പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് PC ചാക്കോ നൽകുന്ന ഒരു കത്ത്. ആ കത്ത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് NCPയുടെ കേരള സംസ്ഥാന പ്രസിഡന്റ് കത്ത് നൽകിയിരിക്കുന്നത്. 2 MLA-മാരുള്ള LDFിലെ NCPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് താനെന്നും മന്ത്രിമാരെ മാറ്റണമെന്ന് ആവശ്യപ്പെടണമെന്ന് തോന്നുമ്പോൾ NCPയുടെ ഔദ്യോഗിക കത്ത് ഞാൻ അങ്ങേ അറിയിച്ചുകൊള്ളാമെന്നും അഹമ്മദ് കുഞ്ഞ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടെ NCPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച AK ശശീന്ദ്രനും തോമസ് കെ തോമസും PC ചാക്കോയുടെ കീഴിൽ വരില്ല. അങ്ങനെ വന്നാൽ ഇരുവരുടെയും സ്ഥാനമാനങ്ങൾ നിയമപരമായി നഷ്ടപ്പെടുമെന്നാണ് വളരെ വ്യക്തമായ നിയമം. അതുകൊണ്ട് തന്നെ PC ചാക്കോയുടെ ആവശ്യം കേട്ട് ശശീന്ദ്രനെ മാറ്റാൻ മുഖ്യമന്ത്രി എങ്ങാനും തുനിഞ്ഞിരുന്നെങ്കിൽ അടുത്ത പണി കിട്ടുക മന്ത്രിസഭയ്ക്ക് തന്നെയാകും. അതുതന്നെയാണ് മുഖ്യമന്ത്രി PC ചാക്കോയെ തള്ളിപ്പറഞ്ഞതിന് പിന്നിൽ. NCP തീരുമാനമെടുത്താൽ മന്ത്രിമാറ്റമാകാമെന്ന ആ നിലപാട് അതിപ്പോൾ പാടെ തള്ളിയിരിക്കുന്നു മുഖ്യമന്ത്രി. ഇതോടെ NCPക്കുള്ളിലെ കടുത്തൊരു പ്രതിസന്ധിക്കാണ് പരിഹാരവുമായിരിക്കുന്നത്.